ഇരിക്കെ. ആരാ? എൻ്റെ അമ്മ. ഓ, ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷെ ഞങ്ങൾ ചില സ്റ്റുഡൻസിന് ഇതുപോലെ നോട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ പേടിക്കണ്ട, മനുനെ അല്ല, അവൻ അതുക്കും മേലെ. ഇവന് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കാനല്ല, വരയ്ക്കാൻ, അതും ടോയ്ലറ്റിൽ. ഇവ ചിലരെയൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന കാണണം, നേരിട്ട് കാണുന്നതിനെക്കാട്ടും നല്ല സൂപ്പർ അസാധ്യം. പക്ഷെ നമ്പറൊക്കെ ഫേക്കാട്ടോ. ഞാൻ വിളിച്ചു നോക്കി, ഇതിൽ എൻ്റെ തലയാത്തില്ല. ഇവനില്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല. സിഗരറ്റ് വലി, വെള്ളവടി, കഞ്ചാവ്, MBBS അല്ല MBBS അല്ല, എന്തോരുന്നു MDS. ഓ നോ MDMA. ഇവൻ കാരണം ഇപ്പൊ ഇവന്റെ ക്ലാസ്സിലെ ബോയ്സ് വേറെ ഗേൾസ് വേറെ. സ്റ്റുഡൻസിന്റെ കാര്യം പോട്ടെ, എന്നെ അശ്വതി ടീച്ചറിനെ കൂടെ കുറിച്ച് പറഞ്ഞില്ലേ, അയ്യോ ഞങ്ങൾ സിനിമയ്ക്ക് പോയെന്നോ, പാർക്കിൽ പോയെന്നോ, ബീച്ചിൽ പോയെന്നോ. ആണോ അശ്വതി, നമ്മൾ അവിടെ ആണോ പോയത്? അല്ല, നമ്മൾ പോയെങ്കിൽ ചോദിക്കും. അത് പിന്നെ എനിക്കറിയത്തില്ലേ, ഇവൻ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി. അത് എനിക്ക് എന്റെ ഇൻസ്ട്രുമെന്റിന് കംപ്ലൈന്റ് ഇല്ലേ? ഞാൻ ഈ സ്റ്റേറ്റ്സിലൊക്കെ പഠിച്ചാൽ എനിക്ക് ഇതേപോലത്തെ ബാഡ് വേർഡ്സും കിട്ടിയതുകൊണ്ട് സോറി. അയ്യോ, സാറ് കോണാട്ടുകാരല്ലേ പഠിച്ചത്? അതല്ലടാ പറഞ്ഞത്, കേരള സ്റ്റേറ്റിലാണ് പഠിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അയൽക്കൂട്ടം കമ്മിറ്റി കൂടി ഒരു തീരുമാനത്തിലെത്തി. ഇവന് TC കൊടുത്ത് വിടുക. അയ്യോ, അങ്ങനെ പറയില്ല സാറേ. ഇവൻ്റെ താഴത്തെ 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. ഇവൻ പോയി എവിടെയെങ്കിലും പോയി പഠിച്ച് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ കുട്ടികളെ രക്ഷപ്പെടുത്താനൊക്കെ ഉള്ളൂ. എൻ്റെ കുടുംബത്തേക്കുള്ള ആപ്പാട് ഒരു ആന്തരിക ഇവനാണ്. ഇവൻ തരിയല്ല, ഇവൻ തരിപ്പ. ഫേക്ക് നമ്പർ എഴുതി വെച്ചുകൊണ്ടുവന്നു മനുഷ്യനെ പറ്റിക്കുന്ന. ഇത്തവണത്തേക്ക് എന്നോ ക്ഷമിക്കും സാറേ. ഇവൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോന്ന് ഒന്നും നോക്കി സാറേ. ഇവനെ ക്ലാസ്സിൽ കയറ്റി സാറേ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇവന് നമുക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കാം. സ്കൂളിൽ വിടണ്ട, അതാ എനിക്ക് സ്റ്റുഡൻസിന് നല്ലത്. അത് സമ്മതമാണെങ്കിൽ എഴുതി ഒപ്പിട്ടിട്ട് പൊക്കോ. ഇരിക്കണ്ട, പൊക്കോ. താങ്ക് യു സാർ. ഓ